ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേഷനുമായിട്ടാണ്. എയിംസ് നോർസെറ്റ് 8th എക്സാം, ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, കൂടാതെ ഏജ് ഡീറ്റെയിൽസ്, സാലറി, ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേഷനുമായിട്ടാണ്. അതായത് എയിംസ് നോർസെറ്റ് 8th എക്സാം, അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്, കൂടാതെ ഏജ് ഡീറ്റെയിൽസ്, സാലറി, ഇതിന്റെ എക്സാം പാറ്റേൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എക്സാം പാറ്റേൺ അറിഞ്ഞു പഠിക്കണം അല്ലെ. അതായത് ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണ്, ഇതിപ്പം മെയിൻ ആയിട്ട് 2 സീരീസ് ആയിട്ടാണ് നടത്തുക. അതായത് CBT അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടായിരിക്കും നടത്തുക. 2 സ്റ്റേജസിലായിരിക്കും എക്സാം നടത്തുക. സ്റ്റേജ് 1, സ്റ്റേജ് 2. അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടാവും, കൂടാതെ സാലറി ഡീറ്റെയിൽസ് പറയുന്നുണ്ടാവും. കൂടാതെ ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ PSC എക്സാം പ്രിപ്പയർ ചെയ്യുന്നത് പോലെ അല്ല, 2 ഫേസസിൽ നടക്കുന്ന എക്സാം ആണ്. അപ്പോൾ ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നോർസെറ്റ് അതായത് നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ്, അത് 8th സീരീസ് ആണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ അതായത് എന്റെ എക്സാം ഞാൻ പറഞ്ഞല്ലോ 2 സ്റ്റേജ് ആയിട്ടായിരിക്കും എക്സാം നടത്തുക. അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാം ആണ്. അതിന് ഇനി അധികം ദിവസം ഒന്നുമില്ല, ഏകദേശം ഒരു 1.5 മാസം കഷ്ടി നമുക്ക് കിട്ടുമായിരിക്കും. ഏപ്രിൽ 12th എക്സാം വരിക. സാറ്റർഡേ ഏപ്രിൽ 12th 2025 എക്സാം വരിക. സ്റ്റേജ് 2 അതായത് ഇതിന്റെ മെയിൻ എക്സാം നോർസെറ്റ് മെയിൻ എക്സാം വരിക 2nd May 2025, അതായത് ഒരു ഫ്രൈഡേ ആണ്. അപ്പൊ 2nd May എക്സാം വരിക. അപ്പോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നോട്ടിഫിക്കേഷൻ വന്നു. 2 സ്റ്റേജ് ആയിട്ടായിരിക്കും എക്സാം നടത്തുക. നമ്മൾ ഇതിൽ ക്വാളിഫിക്കേഷൻ, കൂടാതെ ഏജ് ലിമിറ്റ്, സാലറി, എങ്ങനെ അപ്ലൈ ചെയ്യാം, ആപ്ലിക്കേഷൻ ഫീസ്, സിലബസ്, ഹൗ ടു പ്രിപ്പയർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുക BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരിക. GNM ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കംപ്ലീറ്റ് ചെയ്തവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു 50 ബെഡ് ഹോസ്പിറ്റൽ, മിനിമം 50 ബെഡ് ഉള്ള ഹോസ്പിറ്റലിൽ നിന്നുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ജനറൽ നഴ്സിംഗുകാർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഞാൻ പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അല്ലെ. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇന്ത്യയിൽ ഒട്ടുക്കമുള്ള എല്ലാ എയിംസിലേക്കും റിക്രൂട്ട്മെന്റ് നടത്തപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു കോമൺ ടെസ്റ്റ് ആണ് ഈ നോർസെറ്റ് 8 നോർസെറ്റ് എക്സാം എന്ന് പറയുക. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്താണ്? 18 to 30 years ആണ് ഏജ് ലിമിറ്റ് വരിക. അതിൽ സാധാരണയുള്ള റിലാക്സേഷൻസ് ഉണ്ട്. അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 years, OBC ആണെങ്കിൽ 33 years, SC ST ആണെങ്കിൽ 35 years. ആ ഒരു ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ടാവും. എല്ലാവരുടെയും സംശയം ഇതാണ്, സാലറി എത്ര ഉണ്ടാകും അല്ലെ. സാലറി എത്ര ഉണ്ടാകും? അപ്പോൾ ഒരു നഴ്സിംഗ് ഓഫീസർ എയിംസിൽ, ആക്ച്വലി ഞാൻ എയിംസിൽ വർക്ക് ചെയ്ത ആളാണ്. അതായത് എയിംസിൽ ഞാൻ നഴ്സിംഗ് കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. അവരുടെ സാലറി എന്താണ്, അവരുടെ ബാക്കിയുള്ള ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പൊ ഇവരുടെ പേ ലെവൽ വരിക 7th പേ ലെവലാണ്. ഇപ്പൊ നമുക്ക് റണ്ണിങ് ആയിട്ടുള്ള, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ റണ്ണിങ് ആയിട്ടുള്ള പേ സ്കെയിൽ എന്ന് പറയുന്നത് 7th CPC ആണ്. 7th പേ കമ്മീഷന്റെ സ്കെയിലാണ് ഇപ്പൊ റണ്ണിങ്. അതിന് പ്രകാരം ബേസിക് പേ വരുന്നത് 44,900. ഇപ്പൊ പേ സ്കെയിൽ വരുന്നത് 44,900 മുതൽ 1,42,400 രൂപ. അതാണ് പെർ മന്ത് നമ്മുടെ പേ സ്കെയിൽ വരിക. ഇത് ബേസിക് പേ ആണെങ്കിലും ഇതിന്റെ കൂടെ ഒത്തിരി അലവൻസ്, ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് അലവൻസ് ആണ്. ഇപ്പം ഈ 44,900 കൂടെ തന്നെ ഇപ്പൊ ഒരു 56% ആണ് DA. ഇപ്പൊ റണ്ണിങ് ഒരു 56% ആണ് DA. അപ്പം ഇതിന്റെ പകുതിയിൽ കൂടുതൽ ഡിയർനെസ് അലവൻസ് ആയിട്ട് നമുക്ക് കിട്ടും. കൂടാതെ ഒട്ടനവധി അലവൻസസ്, അതായത് നഴ്സിംഗ് അലവൻസ്, യൂണിഫോം അലവൻസ്, ഇങ്ങനെ പലതരത്തിലുള്ള ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, അങ്ങനെ പലതരത്തിലുള്ള അലവൻസ് കൂടെ നമ്മുടെ സാലറിയോടൊപ്പം തന്നെ ചേരുന്നതായിരിക്കും. അപ്പൊ ഒരു നെറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുക ഒരു 85,000 to 90,000, ഏകദേശം 1,00,000 അടുപ്പിച്ചുള്ള ഒരു എമൗണ്ട് മന്ത്ലി നമ്മുടെ കയ്യിലേക്ക് സാലറി ആയിട്ട് കിട്ടും. അതായത് 85,000 to 90,000 നമുക്ക് മന്ത്ലി സാലറി ആയിട്ട് കിട്ടും. അതല്ല, അതിലും വലിയ അട്രാക്ഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. പത്രമൊക്കെ വായിക്കുന്നവർക്കറിയാം 8th പേ കമ്മീഷനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പം 8th പേ കമ്മീഷൻ ഉടനെ വരും. അപ്പൊ 8th പേ കമ്മീഷൻ വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ സാലറി, ഒരു എയിംസിലെ നഴ്സിംഗ് ഓഫീസറിന്റെ സാലറി 1,00,000 മുകളിലേക്ക് പെർ മന്ത് 1,00,000 മുകളിലേക്ക് കുതിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സോ ഈ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പിന്നാലെ ചെയ്യുന്നതായിരിക്കും.
എങ്ങനെ അപ്ലൈ ചെയ്യാം? നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് വരിക. എയിംസ് വെബ്സൈറ്റ് വഴി, അതായത് www.aimsexams.ac.in എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഡേറ്റ് 24th February സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ് ടു 17th March 17 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഡേറ്റ്സ് വരിക. ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്? ജനറൽ ഓർ OBC കാൻഡിഡേറ്റ്സിന് 3000 രൂപ, SC ST കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് 2400 രൂപ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസിന് ഈ ആപ്ലിക്കേഷൻ ഫീസ് എക്സംപ്റ്റഡ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു എക്സാമിനും നമ്മൾ എക്സാം പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക, എക്സാം സിലബസ് അറിഞ്ഞ് പഠിക്കുക. ഇവിടെ എന്താണ് എക്സാം സിലബസിലെ? ഒന്ന് ജനറൽ അവയർനെസ്, രണ്ടാമതായിട്ട് ആപ്റ്റിറ്റ്യൂഡ്, മൂന്നാമതായിട്ട് നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് കൂടെ ഇവിടെ വരുന്നുണ്ട്. അതായത് നഴ്സിംഗ് ക്വസ്റ്റ്യന്റെ കൂടെ ജനറൽ അവയർനെസ്സും ആപ്റ്റിറ്റ്യൂഡും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഒരു PSC എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്നത് പോലെ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ അത് പോരായിരിക്കും നമ്മുടെ എക്സാമിന് എന്താണ് ഉന്നത റാങ്ക് കിട്ടാനും നമുക്ക് ജോലി കിട്ടാനും ഒക്കെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഫേസസിലാണ് ഇവിടെ എക്സാം നടത്തപ്പെടുക. ഓൺലൈൻ, അതായത് ഒന്ന് പ്രിലിം എക്സാം, രണ്ടാമതായിട്ട് മെയിൻ എക്സാം അല്ലെ. പ്രിലിംസ് എക്സാമും കൂടാതെ മെയിൻ എക്സാമും ആയിട്ടായിരിക്കും ഇവിടെ എക്സാം നടത്തപ്പെടുക. മോഡ് ഓഫ് എക്സാമിനേഷൻ എപ്പോഴും ഓൺലൈൻ തന്നെയാണ് വരിക. ദെൻ ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആക്ച്വലി പ്രിലിമിനറി എക്സാമിന് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വരിക 100 ക്വസ്റ്റ്യൻ ആണ്. മെയിൻ എക്സാമിന് 160 ക്വസ്റ്റ്യൻ ടോട്ടൽ മാർക്സ് വരിക. 100 മാർക്സ് ആണ് പ്രിലിം എക്സാമിന്. മെയിൻ എക്സാമിന് 160 മാർക്കിനാണ് വരിക. അപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതായത് പ്രിലിം എക്സാം ആക്ച്വലി 5 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. അതായത് ഈ 100 ക്വസ്റ്റ്യനിൽ 5 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കൂടാതെ ഓരോ സെക്ഷനിലും 20 ക്വസ്റ്റ്യൻ. അപ്പൊ 5 × 20 100 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ. ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 18 മിനിറ്റ് ആണ് ഓരോ സെക്ഷനും. ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ടൈം ഡ്യൂറേഷൻ വെച്ച് തന്നെ പഠിക്കണം. 18 മിനിറ്റ് ആണ് ഓരോ സെക്ഷനും അലോട്ട് ചെയ്തിരിക്കുക. അങ്ങനെ 5 സെക്ഷൻ വരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് 90 മിനിറ്റ് ആണ് ഈ പ്രിലിമിനറി എക്സാമിനായിട്ട് അലോട്ട് ചെയ്തിരിക്കുക. ഓർക്കുക കേട്ടോ. മെയിൻ എക്സാം വരുമ്പോൾ എന്താണ്? 4 സെക്ഷൻ ആണ്. ഇവിടെ 5 സെക്ഷൻ ആയിരുന്നു. മെയിൻ എക്സാം വരുമ്പോൾ 4 സെക്ഷൻ ആണ്. അതിന് പ്രത്യേകിച്ച് ഫോക്കസ് ഇല്ല. അതായത് ഇത്ര ക്വസ്റ്റ്യൻസ് വരും നമുക്ക് പറയാൻ പറ്റില്ല. കൂടാതെ ടൈം അലോക്കേഷൻ അവിടെ വരുമ്പോൾ നോട്ട് സെക്ഷൻ സ്പെസിഫിക് ആണ്. അതായത് ഓരോ സെക്ഷൻ 1 ഇത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ നമ്മുടെ എക്സാം ഒരു 180 മിനിറ്റ്, അതായത് 3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മെയിൻ എക്സാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് വരിക. മാർക്സ് ഫോർ കറക്റ്റ് ആൻസറിന് 1 മാർക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/3 മാർക്ക് റോങ് ആൻസറിനെ ഡിഡക്ട് ചെയ്യപ്പെടും കേട്ടോ. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ നോർസെറ്റിന്റെ എക്സാം പാറ്റേൺ വരിക. അപ്പോൾ ഇതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒക്കെ വരുന്ന വീഡിയോസിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രിലിമിനറി എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ്യിലായിരിക്കും നമ്മുടെ മെയിൻ എക്സാം വരിക അല്ലെ. അപ്പോ പ്രിലിമിനറി എക്സാം കഴിഞ്ഞതിന് ശേഷം മെയിൻ എക്സാമിന് തയ്യാറെടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പ്രിലിമിനറി എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് വരാൻ കുറച്ച് ഡിലേ ഉണ്ടാകും. അതിനുശേഷം ഉടനെ തന്നെ നമുക്ക് മെയിൻ എക്സാമും വരും. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? നമ്മുടെ മെയിൻ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഈ പ്രിലിമിനറി എക്സാമിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ഈ പറഞ്ഞ പോലെ ഈ സിലബസ് ആയിരിക്കും. അതായത് ജനറൽ അവയർനെസ്, റീസണിംഗ് ഒക്കെ ഉണ്ടാകും, നഴ്സിംഗ് സബ്ജക്ട്സ് ഉണ്ടാകും. സോ ഒരു നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ പ്രിലിമിനറി എക്സാംസിന് വരിക. അതേസമയം മെയിൻ എക്സാമിനാണെങ്കിലോ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ മെയിൻ എക്സാമിന് വരിക. അതായത് നമ്മൾ ഒരു NCLEX മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് നമ്മുടെ മെയിൻ എക്സാമിനായിട്ട് ലഭിക്കുക. അപ്പൊ അതിനുവേണ്ടി എങ്ങനെ നമ്മൾ തയ്യാറെടുക്കും? നമ്മൾ മെയിൻ ഒന്നാമത്തെ കാര്യം നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക കേട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതായത് ഈ നോളജ് ലെവൽ ക്വസ്റ്റ്യൻ മാത്രമല്ല, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. കൂടാതെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് വർക്ക്ഔട്ട് ചെയ്യുക. കൂടാതെ നമ്മുടെ NCLEX മോഡലിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കേസ് ബേസ്ഡ് ആയിട്ടുള്ള സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അത് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഗൈഡൻസോടുകൂടി തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ നോർസെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ബാച്ച്, അതായത് എജ്യൂസ് അക്കാഡമിയിലെ നോർസെറ്റ് സ്പെസിഫിക് ബാച്ച് നമ്മൾ ഈ
ഈ വരുന്ന 3-ാം തീയതി, മാർച്ച് മാസം 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അഡ്മിഷൻ താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക, വളരെ നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് എന്താണ് എയിംസിലേക്കുള്ള നിങ്ങളുടെ വഴി തുറന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് എയിംസിലേക്ക് ജോയിൻ ചെയ്യുക. ബാക്കി ഇനി കുറച്ച് അവയർനെസ് വീഡിയോസ് കൂടെ ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വളരെ നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ. സോ ബൈ ആൻഡ് ടേക്ക് കെയർ.